ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെ നഹാരിയ എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് റോക്കറ്റ് അറ്റാക്സ് ഉണ്ടായിരുന്നുള്ളതാണ്. അതിൽ മാക്സിമം എല്ലാ റോക്കറ്റും തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ അറ്റാക്സ് ഉണ്ടായിരുന്നുള്ളതാണ്. അത് ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് പോയതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. 20 റോക്കറ്റുകൾ ഗലീലി ഭാഗത്ത് ഇന്ന് രാവിലെ തന്നെ തുടരെ ഹെസ്ബുള്ള അയക്കുകയാണ് ചെയ്തത്. അതിൽ പരമാവധി ഒരു 50% എബോ ആണ് ഡിസ്ട്രോയ് ചെയ്ത് താഴെ ഇടാൻ പറ്റിയത്. ബാക്കിയുള്ളതൊക്കെ ബിൽഡിങ്ങുകളുടെ സൈഡിലൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ നോ ഇഞ്ചുറീസ് റിപ്പോർട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. നമ്മൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കള്ളം പറയുന്നു അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതെന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ ഒരു അറ്റാക്ക്, മാസ്സായിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നാൽ അത് എടുത്ത് ഗ്ലോബലി തന്നെ അത് വീഡിയോ എടുത്ത് വെളിയിലിട്ട് അതിനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റി അതിൻ്റെ 4 അറ്റാക്കും കൂടെ അധികം ഹെസ്ബുള്ളയിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു ടീമാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ ഒരു അറ്റാക്ക് നടന്നാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് പറയില്ല എന്നുള്ളൊരു ഫേക്ക് ആർഗ്യുമെൻറ്റ് ഞാനിവിടെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. കാരണം ഇസ്രായേൽ അങ്ങനെ ഒരിക്കലും മറച്ചു വെക്കാറില്ല. കാരണം അവർ എപ്പോഴും അത് ഫോക്കസ് ചെയ്ത് വെളിയിൽ കാണിക്കുകയും അത് പുറലോകത്തെ അറിയിച്ചുകൊണ്ട് അതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ച് അടിച്ച് തറ പറ്റിച്ചിട്ട് പോകുന്ന ഒരു ഏർപ്പാടാണ് ഇസ്രായേലിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉള്ളിൽ നടക്കുന്ന അപകടം അവരൊരിക്കലും മറച്ചു വെക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു ലൊക്കേഷനാണ് നഹാരിയ എന്ന് പറഞ്ഞത്. ഈ നഹാരിയ ഭാഗത്തോട്ടാണ് കൂടുതൽ ഇന്നലെ ആയിട്ടൊക്കെ അറ്റാക്സ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരം വെളുക്കുമ്പോൾ തൊട്ടേ അവിടെ പിന്നെ റോക്കറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഓലപ്പടക്കം പോലെ 1 2 ഇങ്ങനെ വിടുന്നതിന് പകരം ഇവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട സമയമാണ് ഇപ്പം. അതിനുപരിയായിട്ട് ഇപ്പോൾ ഇവർ വന്നിട്ട് ഇവിടെ 1 2 പോരാഞ്ഞതിനും പുതിയ ലീഡർ കാസിം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഫക്റ്റീവായിട്ട് കമാൻഡിങ് പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തോ അവർ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ് ഇല്ലേ, ആ ഇമേജാണ് ആയത്തുള്ള ഖൊമൈനി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെ എഴുതിക്കുന്നത് നിങ്ങൾ കണ്ട, താഴെ എഴുതിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പിന്നെ എനിമി ശരിക്കും നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലിന് എന്തോ നഷ്ടം വരുത്തി എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഗാസയിൽ എന്താണ് അവസ്ഥ എന്നുള്ളതും ലെബനാനിൽ എന്താണ് അവസ്ഥ എന്നുള്ളതും ഇസ്രായേലിൽ എന്താണ് അവസ്ഥ എന്നുള്ളതും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഈ എനിമി എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെയാണോ അല്ലെങ്കിൽ ഈ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട 2 സ്ഥലത്തെയാണോ എന്നുള്ളതാണ് ഖൊമൈനിക്ക് വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ളത്. ഇതിനി ഖൊമൈനിയുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും ഏതാണ് ശരിക്കും നമ്മളുടെ എനിമി എന്നുള്ളത്. ആ ഒരു ലെവലിലാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയത്ത് ഇന്നലെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് കൊണ്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ തന്നെ നോക്കിക്കോ എമ്മാതിരിയുള്ള അറ്റാക്ക് ആണെന്നുള്ളത്. ലെബനാൻ ബെയ്റൂത്തിൽ ആ എയർപോർട്ടിന്റെ സൈഡിലുള്ള അറ്റാക്ക്, സിറിയയിൽ നടന്ന അറ്റാക്ക്, അതായത് ഇവർക്ക് അടുത്ത സപ്ലൈ ആയിട്ടുള്ള വെപ്പൺ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ്. അതായത് വെപ്പൺ സപ്ലൈ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെപ്പൺ ഷോർട്ടേജിലാണ് ഇവർ 2 ടീമുകൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഗാസയ്ക്കുള്ളിലും വെപ്പൺ ഷോർട്ടേജ് ഉണ്ട്, ലെബനാൻ്റെ ഉള്ളിലും വെപ്പൺ ഷോർട്ടേജ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ലെബനാനിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികളായിക്കോട്ടെ, അതേപോലെ ഗാസയ്ക്കുള്ളിലെ ഇറാന്റെ കുറേ റെജിമെന്റുകൾ, നമ്മൾ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്രയും റെജിമെന്റുകളിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇത്രയും ബ്രിഗേഡ്സ്, ഒരു 6-7 ബ്രിഗേഡ്സിന്റെ ആൾക്കാർ അവിടെ ഉണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എംറ്റി ഹാൻഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് മുതിരാമെന്നുള്ള രീതിയിലുള്ള കുറച്ച് അയഞ്ഞു വരുന്ന ഒരു രീതിയിലാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ ആൾക്കാർ ഇന്നലെ അവിടെ പോയി വെരിഫിക്കേഷൻ നടത്തിയെന്ന് പറഞ്ഞില്ലേ. ഇവരെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി അവിടെ പോയതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആക്സിയോസ് എന്ന് പറഞ്ഞൊരു പത്രം വളരെ കൃത്യമായിട്ട് ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജസ് എടുത്തുകൊണ്ട് ഞാൻ ഈ കാണിക്കാം. ഈ ഇമേജ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പഴയ ഇരുന്ന ആ ഒരു രീതിയും പുതിയതായിട്ട് ഇപ്പം ആ ഒരു ഇമേജിൻ്റെ ഒരു രീതിയും ഇതിൽ ക്ലിയർ ആയിട്ട് 4 ഏരിയ ടാർഗറ്റ് ചെയ്താണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ പെൻറ്റഗണിൽ നിന്ന് ഒരു റിപ്പോർട്ട് ലീക്കായല്ലോ. ആ ലീക്ക് ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് US-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റലിജൻസിൽ നടക്കുന്ന വിഷയമാണ്. പെൻറ്റഗണിൽ നിന്നും ആ ഇസ്രായേലിന്റെ ഒരു ആക്ഷൻ പ്ലാൻ ലീക്ക് ആയതോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് സംസാരിച്ചത് ഇറാന്റെ ന്യൂക്ലിയർ സ്പോട്ടുകളും അതുപോലെ ഓയിൽ റിഫൈനറികളും അറ്റാക്ക് ചെയ്യരുതെന്നാണ് ആവശ്യപ്പെട്ടത്. അതിൽ പ്രത്യേകിച്ച് ന്യൂക്ലിയർ സ്പോട്ട് അറ്റാക്ക് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതിന് അമേരിക്കയ്ക്ക് എന്തെങ്കിലും പ്ലസ് ആൻഡ് മൈനസിൽ എന്തെങ്കിലുമൊക്കെ തോട്ട് പ്രോസസ് ഉണ്ടാവും. ചിലപ്പോൾ അത് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു അവിടെയൊക്കെ തലയും കുലിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ തിരിച്ചു വന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തൊരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട്, അതായത് ഇപ്പോൾ ഈ പ്രാച്ചിൻ എന്ന് പറഞ്ഞ ടെഹ്റാനിൽ നിന്ന് 20 കിലോമീറ്റർ സൗത്തിലോട്ട് മാറിക്കിടക്കുന്ന ടെഹ്റാൻ സിറ്റി, അതായത് ഇറാന്റെ ക്യാപിറ്റൽ നഗരമായിട്ടുള്ള ടെഹ്റാനിൽ നിന്ന് 20 മൈൽ സൗത്ത് ഈസ്റ്റിലോട്ട് മാറിക്കിടക്കുന്ന ഒരു സിറ്റിയാണ് ഈ ഒരു പ്രാച്ചിൻ എന്ന് പറഞ്ഞത്. ഈ പ്രാച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ
ടെലഗാൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉള്ളത്. ഈ ടെലഗാൻ 2 എന്ന് പറഞ്ഞാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഇറാൻ രഹസ്യമായിട്ട് ഈ ഇത് 2003 മുതലേ 2003 മുതൽ അവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവർ ന്യൂക്ലിയർ, അതായത് ഏത് നേരത്തും ഒരു ഡെറ്റനേറ്റർ, ഒരു ഇഗ്നൈറ്റർ അഥവാ ഡെറ്റനേറ്റർ എന്ന് വിളിക്കാം, ആ ഒരു ഡെറ്റനേറ്റർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആണവായുധമായിട്ട് മാറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഓൾറെഡി ചെയ്തു വെച്ചിരുന്നു എന്നുള്ളതാണ്. 2003 മുതലേ സെറ്റപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ 2003 ഇതിന്റെ പ്രവർത്തനം ഇവർ അവസാനിപ്പിച്ചതായിട്ട് അറിയിച്ചു ഒഫീഷ്യലി. പക്ഷെ അവിടെ അൺഒഫീഷ്യലി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കൃത്യമായിട്ട് മൊസാദ് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടാത്ത ഇറാന്റെ ഒരു ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആണെന്ന് ഇസ്രയേൽ കണ്ടെത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പോയി ടാർഗറ്റ് ചെയ്ത് അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 3 സ്പോട്ടുകൾ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അവിടെ നിന്നിരുന്ന ബിൽഡിങ്ങിന്റെ ഇമേജും അതുപോലെ തന്നെ ഇപ്പൊ അത് പൊളിഞ്ഞ് തവിടുപൊടിയായി കിടക്കുന്ന സാറ്റലൈറ്റിന്റെ ഇമേജും കൂടെ ചേർത്തിട്ടാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇറാന്റെ തന്നെ ഹൈ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ഈ ഒരു പത്ര സ്ഥാപനം ഇത് ചോർത്തിയെടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയം ഇറാനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലൊരു സംഭവം ഇറാൻ ഇനി സംഭവിക്കാനില്ല. കാരണം ഇത്രയും നാളും ന്യൂക്ലിയർ റിസർച്ച് ചെയ്യുന്നില്ല, അത് നമ്മളുടെ എത്തിക്സിന് എതിരാണ്, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഏതൊരു രാജ്യവും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്രെട്ട് ഉണ്ടെങ്കിൽ, അതായത് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ആ ഒരു മാർഗമൊക്കെ സ്വീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്നലെ അവർ കാണിച്ചെന്ന് പറഞ്ഞാൽ, ഇന്നലെ അവർ അബദ്ധം കാണിച്ച്, ഇന്നലെ കാണിച്ച അബദ്ധം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ കമ്മീഷനുള്ള ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് തന്നെ 2 സ്ഥാപനങ്ങൾ വെരിഫൈ ചെയ്തു, ഉടനെ പോയി റിപ്പോർട്ട് റെഡിയാക്കി അവർ ഇതാ ഇറാനിന് ന്യൂക്ലിയർ ഡീൽ കൊടുക്കാൻ നമുക്ക് ഒരു എതിർപ്പില്ല എന്നുള്ള രീതിയിലുള്ള പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംശയം ഉളവാക്കുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇവർ ഈ ആക്സിയോസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ റിസർച്ച് അനാലിസിസ് നടന്നിട്ടുണ്ടായിരുന്നു. അവർ ഏത് നേരത്തും ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കാനുള്ള സാഹചര്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഇസ്രയേൽ ചെയ്ത അറ്റാക്കിൽ 2 അറ്റാക്ക് വളരെ കീ അറ്റാക്കാണ്. അതായത് ഈ പ്രാചീനിലുള്ള ഈ ഒരു ന്യൂക്ലിയർ റിസർച്ച് സൈറ്റും, അതായത് ഈ ബോംബ് ഉണ്ടാക്കുന്ന, ഈ ബോംബ് നിർമ്മിക്കുന്ന ആ ഒരു പ്ലേസും, അതേപോലെ ഇതിന്റെ ഫ്യൂവലിംഗ് കപ്പാസിറ്റി കുറച്ച് ഈ മിസൈൽ വിടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്യൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും എൻറിച്ച്മെന്റ് ചെയ്യണം. ഈ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറി ഉണ്ട്. ആ എൻറിച്ച്മെന്റ് ലാബും ഇതേപോലെ തന്നെ അവർ തകർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. കൃത്യമായി ഇസ്രയേൽ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ, നമ്മളുടെ ചാനലിൽ ഈ അറ്റാക്ക് നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇസ്രയേലിന്റെ ന്യൂസ് പേപ്പറുകൾ പരതിയിട്ട് കൃത്യമായിട്ടുള്ള IDF നിന്ന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരുപാട് മാധ്യമങ്ങൾ അത് സത്യമാണെന്നുള്ള രീതിയിൽ പുറത്ത് വാർത്തകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വാർത്ത ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നെത്തന്യാഹുവിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് പറഞ്ഞാൽ അത് കേട്ട് തുള്ളുന്ന രീതിയിലല്ല നെത്തന്യാഹു പ്രവർത്തിക്കുന്നത്. നെത്തന്യാഹു കൃത്യമായിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ലീഗൽ പ്രോബ്ലംസും വരാനില്ല, കാരണം ഇത് റെക്കോർഡിൽ ഇല്ലാത്ത ഒരു ന്യൂക്ലിയർ പ്രോജക്റ്റ് ആണ് ഇറാൻ നടത്തുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നെത്തന്യാഹു ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇറാന് കൊടുത്തിരിക്കുന്നതാണ്. ഇത് വളരെ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നെത്തന്യാഹു എന്ന് പറഞ്ഞാൽ, നെത്തന്യാഹുവിനെ പോലെ US തന്നെ ജനിക്കുകയും വളരുകയും പഠിക്കുകയെല്ലാം ചെയ്തിട്ട് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മാത്രം ഇസ്രായേലിലോട്ട് വന്ന വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ ഇസ്രായേലിൽ. ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ 15-16 വർഷമായിട്ട് ഈ പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിലൊന്നും ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളെയോ അല്ലെങ്കിൽ അവരുടെ കണ്ണുകളെയോ വെട്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഇപ്പൊ ഇറാനും കൂടെ മനസ്സിലാക്കിയിരിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പം വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇസ്രായേലിനെ മോണിറ്റർ ചെയ്യേണ്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇവർ എന്തൊക്കെ ചോർത്തിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ആ രീതിയിലാണ് ഇവരുടെ ഓരോ അറ്റാക്കും. പ്രിസൈസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രിസൈസ് അറ്റാക്ക്. കൃത്യമായി പോയി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ന് ചെയ്യുന്നതിന്റെ ഫലം കുറച്ച് നാൾ കഴിഞ്ഞ് ഇറാൻ തിരിച്ചറിയൂ എന്നുള്ളത്. അത് കൃത്യമായിട്ട് വലിച്ചിരിക്കുകയാണ്. അലി ലാരിജാനി എന്ന് പറഞ്ഞ ഒരു അഡ്വൈസറാണ്, ഖമനീയുടെ ഒരു അഡ്വൈസറാണ് ഇയാൾ. പുള്ളിയാണ് ഇപ്പം ഖമനീക്ക് നേരിട്ട് വന്നിട്ട് ഈ ഒരു സീസ് ഫയറിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നാണക്കേടുണ്ടാവും, സ്വാഭാവികം. കാരണം ഇത്രയും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നിന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പം അലി ലാരിജാനി എന്ന് പറഞ്ഞ് പുതിയ ഒരു ആളിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. എങ്ങനെയാലും ഒന്ന് പോയി സംസാരിച്ച് റെഡിയാക്കി ഒന്നൊരു സീസ് ഫയർ ഒക്കെ റെഡിയാക്കിയിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഇന്ന് ഇയാൾ ലെബനാനിൽ വന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലെബനാനിൽ വന്ന് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞതാണ്, നമ്മൾ സീസ് ഫയറിന് റെഡിയാണെന്നുള്ള നിലയിലാണ് സംസാരം വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് $8.5 ബില്യൺ വർത്ത് ലോസ് ആണ് ലെബനാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് റീബിൽഡ് ചെയ്യാൻ പോകുന്നത്? ഇത് ആർക്കും ഒരു പിടുത്തമില്ലാത്ത കാര്യമാണ്. ഇതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഖമനേയി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എതിരാളിയെ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എതിരാളി എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകാത്ത അവസ്ഥ. കാരണം ഇസ്രായേലിന് ഈ വാർ എന്ത് സംഭവിച്ചു എന്നുള്ളതും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ലെബനാനിൽ
2 ബിൽഡിങ്ങുകളെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഇന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ലെബനാനിൽ. അവിടെ 2 ബിൽഡിങ്ങുകൾക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സിവിലിയൻസിനെ എവാക്യുവേറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിവിലിയൻസ് അവിടെ പോയോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അത് ഉടനടി തന്നെ അറ്റാക്ക് നടക്കുന്നതാണ്, ഇന്ന് തന്നെ നടക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഹെസ്ബുള്ളയുടെ ആൾക്കാർ തമ്പടിച്ചിരിക്കുന്ന ഒരു മെസ്സേജ് കിട്ടിയതിന്റെ പേരിലാണ് ഇവിടെ വാണിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ വാണിംഗ് കൊടുക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ അവിടെ പൊതുജനമാണോ പോകുന്നത് ഇല്ലെങ്കിൽ തീവ്രവാദികളാണോ ഇറങ്ങി പോകുന്ന ആർക്കറിയാം. ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ റിദ്വാൻ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ലെബനാൻ മൊത്തം തൂത്തുപറക്കി അടിച്ച് കളഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പൊ എയർ സ്ട്രൈക്കിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എയർ സ്ട്രൈക്ക് നടത്തുമ്പോൾ അറിയാമല്ലോ, ഇസ്രായേലിന്റെ മുന്നിൽ എയർ സ്ട്രൈക്കിന്റെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ഓലപ്പടക്കം പോലെ റോക്കറ്റുകൾ തോളത്ത് വെച്ച് വിട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇതുപോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള എക്യുപ്മെന്റ്സും ഇല്ലാത്ത സംഘടനകളാണിത്. അപ്പൊ ഇപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം, ഇസ്രായേൽ ഗാസയെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല ലെബനാനെ ഹാൻഡിൽ ചെയ്യുക, അതുപോലെയല്ല ഇറാഖിലെ പിന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെയല്ല സിറിയയിൽ ഇടപെടുന്നത്. അവർക്ക് ഗാസയിൽ കുറച്ചെങ്കിലും കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ടാർഗറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കുറച്ച് ലെങ്തി ആയിട്ട് പ്രോസസ്സ് നീണ്ടുപോകുന്നത്. ഈ മറ്റുള്ള സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നത് വെച്ചിട്ട് വേണം ഗാസയെ ഇസ്രായേൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ. അല്ലാതെ നമ്മൾ വെറുതെ പിന്നെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. ഗാസയിൽ പൊതുജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ വളരെ കൺസേൺഡ് ആണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് പിന്നെ ഇത്രയും ലെങ്ത് ആയിട്ട് ഇപ്പൊ 400+ ഡേയ്സ് ആയി. അപ്പൊ അത്രയും നീണ്ടു പോകുന്നത്. ഗാസയെ പോലെ ചെറിയൊരു സ്ട്രിപ്പിൽ 400 ദിവസത്തിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ അത്രയും കൺസേണോട് കൂടിയാണ് അവിടെ അറ്റാക്ക് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് എയ്ഡിന്റെ ട്രക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. കരീം ഷാലോം ഗേറ്റിലൂടെയും അതേപോലെ റഫ ബോർഡറിലൂടെയും ഇപ്പൊ ജോർദാന്റെയും ബോർഡറുകൾ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് എയ്ഡ് ട്രക്കുകൾ വരുന്നുണ്ട്. അവിടെ 1000-ലധികം ട്രക്കുകൾ എൻ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അമേരിക്കയിൽ വെച്ച് റോൺ ഡെർമർ നടത്തിയ മീറ്റിംഗിൽ റഷ്യ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഇനി അതിലോട്ട് കൂടുതൽ താല്പര്യം കാണിച്ച് ഉള്ളിൽ ഇൻവോൾവ് ആകത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു വിജയം. ഇപ്പൊ റഷ്യ ഇത് പിന്മാറുന്നതോട് കൂടിയാണ് ഇറാൻ കുറച്ചുകൂടെ ഒരു കൺസേൺ രേഖപ്പെടുത്തുന്നത്. കാരണം റഷ്യ ഇനി ഒരിക്കലും മുന്നോട്ട് വന്നിട്ട് ഒരു സപ്പോർട്ട്, ചില അനൗൺസ്മെന്റുകളൊക്കെ കൊടുക്കും. അതായത് ഈ വാറിന്റെ ഈ ഒരു യുദ്ധത്തിന്റെ സമയമല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ അഫക്ട് ചെയ്യപ്പെട്ട ആൾക്കാർക്ക്, നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു കൺസേണും ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ റഷ്യ പുറത്തുവിടും. അതിലുപരി റഷ്യ മുന്നോട്ട് വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് റഷ്യ എവിടെ പിടിച്ചു നിർത്തണോ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം ഈ വലിയ വൻ ശക്തികളായിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അടിക്കുന്ന ആൾക്കാർക്ക് ആവേശം കൂടും. അവരുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും കടം മേടിച്ചെങ്കിൽ 2 ബോംബ് ഇടാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇറാനെ പോലെയൊക്കെ. അപ്പൊ അതുപോലെ ആ അവസ്ഥകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ വലിയ ആൾക്കാരെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ റഷ്യക്ക് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്ന മുറയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.